ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സഞ്ജു സാംസൺ ക്യാപ്റ്റനായി തിരിച്ചെത്തിയ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ 50 റൺസിന് പടുകൂറ്റൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ. തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള മത്സരം തന്നെയായിരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റേഴ്സും ബോളേഴ്സും ഒക്കെ ഒരുപോലെ മിന്നിക്കത്തിയൊരു കളി. ഏതായാലും ഒത്തൊരുമ, കോൺഫിഡൻസ്, വിശ്വാസം രാജസ്ഥാൻ റോയൽസ് ടീമിന് ഇതെല്ലാം ക്യാപ്റ്റനായി കൊണ്ട് സഞ്ജു സാംസൺ തിരികെ എത്തിയതോടുകൂടെ തിരിച്ചു കിട്ടിയെന്ന് തന്നെ ഇന്നലത്തെ മത്സരത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഒപ്പം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഏറ്റവും അധികം വിജയങ്ങൾ സമ്മാനിച്ച ക്യാപ്റ്റനായി കൂടി സഞ്ജു സാംസൺ റെക്കോർഡ് കുറിച്ച ഒരു കളി കൂടിയായിരുന്നു ഇന്നലത്തേത്. ഏതായാലും സഞ്ജു സാംസൺ ഒരു പക്ക ക്യാപ്റ്റൻ മെറ്റീരിയലാണ് അദ്ദേഹം എന്നുള്ളത് പലതവണ തെളിയിച്ചതാണ്. ഇന്നലെയും അത് കൃത്യമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 3 കളികളിലും അത്രങ്ങ് കാണാത്ത ടീം കോർഡിനേഷൻ, അതുപോലെ തന്നെ ഫീൽഡ് സെറ്റപ്പ്, ബൗളിംഗ് ചേഞ്ച് ഒക്കെ കൃത്യമായിട്ട് ഇന്നലെ രാജസ്ഥാൻ റോയൽസിന്റെ മത്സരത്തിൽ കണ്ടുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് ക്യാപ്റ്റൻ സഞ്ജു സാംസണിന് കൈയടിച്ചേ മതിയാവൂ. റിയാൻ പരാഗ് ഒരു മോശം ക്യാപ്റ്റൻ ആയിരുന്നു എന്നല്ല പറയുന്നത്, പക്ഷേ എക്സ്പീരിയൻസിന്റെ ഒരു കുറവ് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാപ്റ്റൻസിയിൽ ചിലയിടങ്ങളിലൊക്കെ നിയലിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഇന്നലെ കളിക്ക് ശേഷം സഞ്ജു സാംസൺ ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ടൈം ഔട്ടിന്റെ സമയത്ത് ഒരു ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നുവെന്നാണ് സഞ്ജു പറയുന്നത്. PBKs വളരെ മികച്ച ടീമാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ മത്സരം എളുപ്പത്തിൽ സ്വന്തമാക്കാൻ സാധിക്കില്ലെന്നാണ് സഞ്ജു സഹതാരങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതും. അവസാന പന്ത് എറിയുന്നത് വരെ വിജയം ഉറപ്പു പറയാൻ കഴിയില്ലെന്ന് ഞാൻ സഹതാരങ്ങളോട് പറഞ്ഞതായും സഞ്ജു സാംസൺ മത്സരശേഷം വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ടൈം ഔട്ട് സമയത്ത് ഞങ്ങൾക്കൊരു ചെറിയ ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു. PBKs ഒരു ക്വാളിറ്റി ടീമാണെന്നും അതുകൊണ്ടൊക്കെ തന്നെ കാര്യങ്ങൾ അനായാസമായി എടുക്കാനാവില്ലെന്നും ഞാൻ നിർദ്ദേശിച്ചു. ലാസ്റ്റ് ബോൾ എറിയുന്നത് വരേക്കും നമുക്ക് വിജയം ഉറപ്പിക്കാൻ സാധിക്കില്ലെന്ന് കൂടി സഞ്ജു വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഏതായാലും മത്സരത്തിലെ കിടിലം പ്രകടനം നടത്തിയ സന്ദീപ് ശർമ്മയും ജോഫ്ര ആർച്ചറിനെയും കുറിച്ച് ഇരുവരും ചേർന്നിട്ടുള്ള ഒരു കോംബോ മാരകമായിരുന്നുവെന്നാണ് സഞ്ജു ഒരാൾ 150-ലും മറ്റൊരാൾ 115-ലും എറിയുന്നുവെന്നും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും സമ്മർദ്ദ ഓവറുകളിൽ അവരെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാമെന്ന് കൂടി രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ എടുത്തു പറയുന്നുണ്ട്.